കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ട്. അവർക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താമോ? ഞാൻ അമൽ ഇക്ബാൽ, ഇപ്പോൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ BA ഇംഗ്ലീഷ് വിദ്യാർത്ഥിയാണ്. ജന്മന 90% വൈകല്യം ബാധിച്ചവരാണ്. സംസാര വൈകല്യവും ചലന വൈകല്യവും പഠന വൈകല്യം ഉൾപ്പെടെ എല്ലാ തരത്തിലുള്ള പെരുമാറ്റ വൈകല്യം ഉൾപ്പെടെ എല്ലാ തരത്തിലുള്ള വൈകല്യം ഉണ്ടായിരുന്നു. സ്വന്തമായിട്ട് എഴുന്നേറ്റിരിക്കാനോ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാനോ സ്വന്തമായിട്ട് ഷർട്ടിന്റെ ബട്ടൺ നയിക്കാനോ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരുപാട് ആശുപത്രിയിൽ നിന്ന് റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇവൻ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ലാസ്റ്റ് ബാംഗ്ലൂർ റീകോഫ് എന്നൊരു ഹോസ്പിറ്റലിൽ വെച്ചിട്ട് എന്റെ ശരീരത്തിന്റെ 15 സ്ഥലത്ത് കട്ട് ചെയ്തിട്ടുണ്ട്. അതികഠിനമായ വേദനയുടെ ദിനരാത്രങ്ങൾ ഇങ്ങനെ കടന്നു 6 മാസം തുടർച്ചയായിട്ട് കടന്നു. അവിടുന്ന് ഡെവലപ്പായിട്ടാണ് ഇന്ന് ഈ കാണുന്ന എന്താ പറയാ ആംബസറിംഗ് പ്ലെയർ ആയിട്ട് മാറിയത്. ഒന്നാം ക്ലാസ്സില് ഞാൻ അവിടെ ചേരുമ്പോൾ കുറച്ച് ദിവസം പിന്നെ എൻ്റെ ഉപ്പയാണ് എൻ്റെ ഉപ്പയുടെ ജ്യേഷ്ഠനാണ് എന്നെ കൊണ്ടുപോയത്. അപ്പോൾ വളരെ നല്ല ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആണ്. അവിടെ നിന്ന് എൻ്റെ ടേണിംഗ് പോയിന്റ് ഉണ്ടായത് മലപ്പുറം ജില്ലാ രൂപീകരണത്തോടനുബന്ധിച്ച് എൻ്റെ ക്വിസിംഗ് എന്നുള്ള കാരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഒരു മേഖല സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്നാണ്. മലപ്പുറം ജില്ലാ രൂപീകരണത്തോടനുബന്ധിച്ച് ഒരു ക്വിസ് കോമ്പറ്റീഷൻ നടത്താൻ തീരുമാനിച്ചു അവിടെ സ്കൂളിൽ. അങ്ങനെ ഹിന്ദി ടീച്ചർ എല്ലാവർക്കും ക്വസ്റ്റ്യൻ പറഞ്ഞു കൊടുക്കും. മക്കള് പങ്കെടുക്കണം, എല്ലാവർക്കും പങ്കെടുക്കണം എന്ന് വെച്ചിട്ട് ഒരു 10 ക്വസ്റ്റ്യൻ, ഒരു 10-15 ക്വസ്റ്റ്യൻ ക്വിസ് തുടങ്ങുന്നതിന് മുന്നേ രാവിലെ പറഞ്ഞു. തിരിച്ച് ഈ ലഞ്ച് ബ്രേക്കിന്റെ സമയത്ത് ടീച്ചർ ഓഫീസ് റൂമിലേക്ക് പോയി തിരിച്ചു വന്നപ്പോഴേക്കും ആ ക്വസ്റ്റ്യനൊക്കെ ഒന്ന് റിമൈൻഡ് ചെയ്ത് ചോദിച്ചു. ആർക്കും ഉത്തരം കിട്ടിയില്ല, എനിക്ക് മാത്രം ഉത്തരം. അപ്പോഴാണ് അമലിന്റെ ഉള്ളിൽ ഒരു ക്യൂസർ എന്നുള്ള കപ്പാസിറ്റി തിരിച്ചറിഞ്ഞത്. എന്റെ എല്ലാ മത്സരങ്ങളും എനിക്ക് ഇപ്പൊ കിട്ടുന്ന എല്ലാ നേട്ടങ്ങളുടെയും ഒരു ബേസ് ലെവൽ ശരിക്കും അവിടുന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഏറ്റവും നല്ല മികച്ച ഓർമ്മ എന്ന് പറഞ്ഞത് അവിടുത്തെ ഫ്രണ്ട്സ് തന്നെയാണ്. അവിടുത്തെ എല്ലാ ഫ്രണ്ട്സും ഉണ്ടെങ്കിലും അനുശ്രുത നിവേദി എന്ന് പറയുന്ന 1 മുതൽ 6 വരെ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് എന്നെ പൊന്നിന് പോലെ നോക്കിയ എൻ്റെ എല്ലാ കാര്യങ്ങളും മൂത്രയിപ്പിക്കൽ മുതൽ എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന അനുശ്വര നിവേദി. കേസ് സുമേഷ് ടീച്ചർ ആയി കഴിഞ്ഞാലും സൈഫുദ്ദീൻ മാഷ് ആയി കഴിഞ്ഞാലും ബാസിൽ സാർ ആയി കഴിഞ്ഞാലും ഒക്കെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ്. എനിക്ക് വളരാൻ നല്ലൊരു അറ്റ്മോസ്ഫിയർ അവിടെ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളിനി എന്നെപ്പോലൊരു കുട്ടി നിങ്ങളെ ടീച്ചർ ക്ലാസ്സിൽ വരികയാണെങ്കിൽ ആ കുട്ടിക്ക് വരാനുള്ള, നമ്മളൊക്കെ പറയും ഈ റാമ്പ് ഉണ്ടാക്കണം, ബാത്റൂം ഉണ്ടാക്കണം എന്നൊക്കെ പറയും. അതിന് മുന്നേ സാറെ സാക്ഷി നിർത്തിയിട്ട് പറയാണ് ആ കുട്ടിക്ക് വരാനുള്ള അറ്റ്മോസ്ഫിയർ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടണം. ആ കുട്ടിക്ക് അല്ലെങ്കിൽ ആ കുട്ടിക്ക് മാസ്റ്റർ മുഖം കാണുമ്പോൾ അല്ലെങ്കിൽ ടീച്ചറുടെ മുഖം കാണുമ്പോൾ, കുട്ടി നിങ്ങളെ മുഖം കാണുമ്പോൾ എനിക്ക് ഇവിടെ പഠിക്കാൻ പറ്റും, എനിക്ക് മുന്നേറാൻ പറ്റും എന്നുള്ള തോന്നൽ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നിന്നെ ഞങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്നുള്ള സിമ്പിൾ കൊടുക്കും. ആ സിമ്പിൾ തന്നുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളെ മുന്നിൽ ഇങ്ങനെ ശിക്ഷ വർത്തനം പറയും. ആ സുഹൃത്തുക്കൾക്ക് എപ്പോഴും ബന്ധമല്ലോ. ഒരാള് CMA പഠിക്കാണ്, ഒരാള് ഡിഗ്രി പഠിക്കും. അപ്പൊ അങ്ങനത്തെ അമ്മ ഈ ഒരു സ്റ്റൈലിലേക്ക് വരാൻ കാരണം കുട്ടികൾ എനിക്ക് ഇഷ്ടമാണ്. എന്ത് ടീച്ചറും വേണം ടീച്ചറാണ്. അപ്പൊ പറയും ആ ടീച്ചറും കുട്ടികളും ചേർന്നിട്ടാണ് അമലിനെ രൂപപ്പെടുത്തി. ഞാൻ 1ാം ക്ലാസ് മുതൽ 11ാം ക്ലാസ് വരെ സ്കൂളിൽ ഇരുന്നുകൊണ്ടുണ്ട്. LP സ്കൂൾ നിങ്ങളെ പോലെ ബെഞ്ചിമിൽ ഇരുന്നുണ്ടായിരുന്നു സ്ഥിരമായിട്ട്. ടീച്ചർ ഇക്ബാലിന് പോയിക്കാൻ വൈക്കോളാൻ വരും. പഠിച്ചൊക്കെ നേരത്തെ പറഞ്ഞ ഹിന്ദി ടീച്ചറാണ് അമലിന്റെ ഉള്ളില് ക്യൂസർ എന്നുള്ള ഒരു സാധനം, ഒരു ടാലന്റ് ആദ്യമായിട്ട് കണ്ടെത്തിയത് ടീച്ചറാണ്. ടീച്ചറ് ചെയ്തൊരു സംഭവം, നടന്നൊരു സംഭവം പറയാം. അന്ന് ഞാന് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ, എന്റെ ഫിസിക്കൽ കണ്ടീഷൻ പറഞ്ഞല്ലോ.
ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ ഞാൻ അങ്ങനെ കസാലയിൽ ഒളിഞ്ഞു മടങ്ങി നിൽക്കുമ്പോ ഒരു എന്റെ ക്ലാസ്സിലൊരു കുട്ടി വന്നിട്ട് നീ എന്താണ് കുക്കിരിക്കണ പോലെ ഇരിക്കണം. അപ്പോ കുക്കിരിക്കണ പോലെ ഇരിക്കണം എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ടെൻഷനായി. എന്റെ ഉമ്മ വന്നിരിക്കണം. അപ്പോ ഞാൻ ടീച്ചറോട് കാര്യം പറഞ്ഞു. ടീച്ചർ ഒന്നും അവരെ തല്ലാനൊന്നും പോയിട്ടില്ല. അവരോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി എന്റെ എബിലിറ്റിനെ കുറിച്ചും എന്റെ പോരായ്മകളെ കുറിച്ചും അവന് നിങ്ങൾ എങ്ങനെ കാണേണ്ടത് എന്നുള്ള ഒരു സാധനം കൊടുക്കും. എന്നതിന്റെ ശേഷം ഞാൻ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. ആ ഒരു ഞാൻ പറഞ്ഞില്ലേ, ഒരു അറ്റ്മോസ്ഫിയർ അമൽ എന്നുള്ള കുട്ടിക്ക് പിന്നെ പുളിക്കൽ LP സ്കൂളിൽ പഠിക്കാൻ പറ്റും എന്നുള്ള അറ്റ്മോസ്ഫിയർ ക്രിയേഷനിൽ ടീച്ചർക്ക് വലിയൊരു പങ്കുണ്ട്. ടീച്ചറാണ് ഇന്ന് എന്തെങ്കിലുമൊക്കെ നേട്ടം ഉണ്ടെങ്കിൽ ആദ്യമായിട്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ നേട്ടം ഉണ്ടെങ്കിൽ ആദ്യമായിട്ട് ടീച്ചറെ എനിക്കത് കിട്ടിയിട്ടോ, എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടോ, ആദ്യമായിട്ട് ടീച്ചറോട് പോയിട്ട് പറയാം. എന്റെ ഒരു ചോദ്യചിഹ്നമായിട്ട് എന്റെ മനസ്സിൽ വന്നത് എന്റെ ശരീരം കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിയും. അപ്പോ ഞാന് 4ാം ക്ലാസ് പഠിക്കുമ്പോ അല്ലെങ്കിൽ LP സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എല്ലാവരും കളിക്കാൻ പോകും, വീട്ടിൽ കിട്ടാൻ കളിക്കാൻ പോകും. അപ്പൊ എന്റെ 2 സുഹൃത്തുക്കളുണ്ട്, അൻഷുൽ നിവേദനമുണ്ട്. അപ്പൊ അവര് ഒരാള് കളിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരാൾ എന്റെ അടുത്ത് അങ്ങനെ മാറി മാറി എന്നെ ഒരിക്കലും ഒറ്റപ്പെടുത്തിയിട്ട് നിന്നിട്ടില്ല. പക്ഷെ എന്റെ മനസ്സിൽ ഞാൻ ഇത്രയൊക്കെ ഉയർന്നിട്ടുണ്ട്, എന്തുകൊണ്ട് എനിക്ക് ശരീരം കൊണ്ടൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, എനിക്ക് സ്പോർട്സിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്നുള്ള ചോദ്യചിഹ്നം വന്നു. അങ്ങനെ ഞാൻ പിന്നെ എന്റെ ആശങ്ക ഉപ്പയായിട്ട് പങ്കുവെച്ചു. ഉപ്പ പറഞ്ഞു, ഇന്ന് ഞാനൊരു പഞ്ചഗുസ്തി ചാമ്പ്യനാക്കി മാറ്റും. അന്ന് പഞ്ചഗുസ്തി ചാമ്പ്യനാക്കി മാറ്റുക എന്ന് പറഞ്ഞത് വളരെ പ്രയാസമുള്ള സംഗതിയാണ്. അത് പിന്നെ അതിനുള്ള എന്താ പറയാ ട്രെയിനിങ് മുഴുവൻ സ്റ്റാർട്ട് ചെയ്തു. എന്റെ ഉപ്പയുടെ നിശ്ചയദാർഢ്യം കൊണ്ടും എന്റെ ഉപ്പയുടെ എന്താ പറയാ ആത്മവിശ്വാസം കൊണ്ടും എനിക്ക് അവിടെ എത്തിപ്പെടണം എന്റെ ഒരു ഉൾക്കരുത്ത് കൊണ്ടും എനിക്ക് സ്റ്റേറ്റില് ആംബസിംഗ് മത്സരത്തിൽ ഡബിൾ ബോർഡ് മെഡലെത്തി. ഈ കൈ ഇങ്ങനെ നിന്നിരുന്ന ഇടത്ത് കൈയും വലത്ത് കൈയും ഉപയോഗിച്ചിട്ട് ലെഫ്റ്റ് ഹാൻഡും റൈറ്റ് ഹാൻഡും ഡബിൾ ഗോൾഡ് മെഡലെത്തി. പിന്നെ എന്റെ അക്കാദമിക് മത്സരങ്ങൾ പറയാം, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്. 1ാം ക്ലാസ് മുതൽ കൊണ്ടോട്ടി സബ് ജില്ലയിൽ നടക്കുന്ന എല്ലാ ക്വിസ് മത്സരങ്ങളും 1ഉം 2ഉം സ്ഥാനങ്ങൾ എനിക്കായിരുന്നു. ജില്ലാതല വായനാ മത്സരത്തിൽ ലൈബ്രറി കൗൺസിൽ നടത്തിയ ജില്ലാതല വായനാ മത്സരത്തിൽ എനിക്ക് പ്രൈസ് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. സംസ്ഥാന തല ശാസ്ത്രമേളയില് ആർട്ടിഫി വിഭാഗത്തിൽ എനിക്ക് പ്രൈസ്, റിസർച്ച് പ്രോജക്ട് വിഭാഗത്തിൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ 6ാം ക്ലാസ് പഠിക്കുമ്പോൾ സാമൂഹ്യ ശാസ്ത്രമേളയിൽ സ്റ്റീൽ മോഡലിംഗ് വിഭാഗത്തിൽ എനിക്ക് പ്രൈസ് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അനുഭവങ്ങൾ നമ്മളോട് പങ്കുവെക്കാമോ എന്ന് വെച്ചാൽ ഒരുപാട് നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ബാഡ് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. നല്ല അനുഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ നേട്ടങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. ഒരുപാട് പേര് പ്രോത്സാഹിപ്പിക്കും, ഒരുപാട് പേര് പിന്നെ എന്താ പറയാ അഭിനന്ദന പ്രവാഹങ്ങൾ അറിയിക്കും. അതില് ചീത്ത അനുഭവങ്ങൾ എന്ന് വെച്ചാല് നമ്മളിങ്ങനെ ക്വിസ് മത്സരത്തിന് കഷ്ടപ്പെട്ട് പഠിച്ചു പോകുമ്പോ സ്ക്രൈബാണല്ലോ ഇപ്പോഴും ഞാൻ ഫേസ് ചെയ്യുന്ന സംഭവം. സ്ക്രൈബാണല്ലോ എനിക്ക് എഴുതാൻ തരിക, കഥ എഴുതാൻ കഴിയില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കുന്നതാണ് അവരെഴുതാം. അപ്പൊ ഞാൻ കറക്റ്റ് ക്വസ്റ്റ്യൻ കേട്ട് അതിന്റെ ആൻസർ പറഞ്ഞു കൊടുത്ത് അവരെഴുതുമ്പോ ക്വിസ് മത്സരം കഴിഞ്ഞാൽ പറയും ചില ടീച്ചേഴ്സ് നമ്മളെ പറ്റി അറിയാത്ത ടീച്ചേഴ്സ് അവര് പുറത്ത് മറ്റു സ്കൂളിലെ എക്സ്പോർട്ടിങ് ടീച്ചേഴ്സ് അവര് ആ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തിട്ട് ടീച്ചർ മത്സരം നടക്കുന്നതിന് മുന്നേ ക്വസ്റ്റ്യൻ പറഞ്ഞു കൊടുത്തിട്ട് എഴുതണം. അങ്ങനെ വിചാരിക്കുന്ന ആളുകൾ വരെയാണ്. നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾക്കും അത് സഫലീകരിക്കാൻ നാം നടത്തുന്ന പ്രയത്നങ്ങൾക്കും മുന്നിൽ ഒന്നും തടസ്സമാവില്ലെന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് താങ്കൾ. താങ്കളുടെ നേട്ടത്തിന്റെ പിന്നിലെ ഊർജം എന്താണെന്ന് പറയാമോ? ഈ ഒരു കുടുംബമാണ് ആദ്യമായിട്ട് എന്നെ ഈ ലെവലിലേക്ക് എത്തിക്കണം, ഇവനെങ്ങനെ ഒന്നും വിട്ടാ പോരാ, എവിടെങ്കിലുമൊക്കെ എത്തിക്കണം എന്നുള്ള തോന്നല്
എനിക്ക് ഉണ്ടാക്കി തന്നതും അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. നമ്മുടെ സ്വപ്നങ്ങൾക്ക് പരിധികളില്ലാത്തതുപോലെ നമ്മുടെ ആകാശം വിശാലമായതുപോലെ നമ്മുടെ ലോകവും വിശാലമാണ് എന്ന് കാണിച്ചു തരാണ് ഇപ്പോ നിങ്ങളുടെ ജ്യേഷ്ഠൻ. ഞങ്ങളുടെ സ്കൂളിൽ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥി, നിങ്ങളുടെ ഒക്കെ ഒരു കാക്ക. ശാരീരിക വെല്ലുവിളികൾ നമുക്ക് ഒന്നിനും തടസ്സമാവുന്നില്ല. നമ്മുടെ സ്വപ്നങ്ങൾക്കോ നമ്മുടെ അച്ചീവ്മെന്റ്സിനോ നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണങ്ങൾക്കോ ഒന്നും ഒരു തടസ്സമല്ല എന്ന് കാണിച്ചു തരികയാണ് അല്ലെ. സ്വന്തം ജീവിതത്തിലൂടെയാണ്, നമ്മളിങ്ങനെ പറയുക മാത്രമല്ല, അത് അനുഭവത്തിലൂടെ അത് നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. ആ ഒരു കാര്യം ഉൾക്കൊണ്ടുകൊണ്ട് ആ ഒരു തോട്ട് നമ്മുടെ മക്കളിലേക്ക് കൊടുത്ത ഈ ഫാമിലി, എൻ്റെ ഈ ഫാമിലിക്കും അതുപോലെ അമ്മലിനും ഒരു നമ്മുടെ സ്കൂളിന്റെ പേരിൽ, നമ്മുടെ സ്വന്തം സ്കൂളിന്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. താങ്ക്സ്.